രംഗനാഥാ, രംഗനാഥാ, ഇയാളിത് എവിടെ പോയി വിളിച്ചിരിക്കുക? ഫാദർ, ഞാനിവിടെ വിളിച്ചിരിക്കുകയായിരുന്നു. ഡോ, താൻ ഭക്ഷണം കഴിച്ചോ രംഗനാഥ? ഇല്ല ഫാദർ, തനിച്ചായപ്പോ ഒരു വല്ലായ്മ. സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്താലും ചിന്തിക്കുകയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ടടാ? കേട്ടോ, എന്തായാലും താൻ ഓർഡർ ചെയ്യാനൊന്നും നിൽക്കണ്ട. കഴിക്കാനുള്ളതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തുപറ്റി അങ്ങനെ? വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കിയപ്പോ ഫാദർ പറഞ്ഞേ, അങ്കിൾ ഇവിടെ തനിച്ചല്ലേ, നമുക്ക് രണ്ടുപേർക്കും അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാന്ന്. ഓ, അറിയാവുന്ന ആളുകളൊക്കെ തനിച്ചായി പോകുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. സ്നേഹം അവിടെ നിൽക്കട്ടോ, നമുക്കിന്ന് ഇവിടെ കൂടാന്നേ. അതിനൊക്കെ സന്തോഷമുള്ളൂ ഫാദർ. പക്ഷേ ഫാദറിന് ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ വലിയ ബുദ്ധിമുട്ടായി പോയി. എടോ, ഇതൊരു ബുദ്ധിമുട്ടായെങ്കിലേ ഞങ്ങൾ അങ്ങ് സഹിച്ചു, അല്ലടാ അരുണേ? എനിവേ, തനിക്ക് കഴിക്കാൻ സമയമായോ? ഏയ്, ഭക്ഷണ കാര്യത്തിൽ ഞാൻ അല്പം പതുക്കെയാ. എടാ അരുണേ, നീ അതങ്ങ് കൊണ്ടേ അകത്ത് നോക്കി, നമുക്ക് കുറച്ച് കണ്ടു കഴിക്കാം. ഞാൻ സ്നേഹയോട് വിളിച്ച് വരാൻ പറഞ്ഞതാ. അവൾ പിന്നെ മൈഥിലിയായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു നിർബന്ധവും വേണ്ട അങ്കിൾ. സ്നേഹ മൈഥിലി മാമിന്റെ അടുത്ത് തന്നെ നിൽക്കട്ടെ. അയാൾക്ക് കുറച്ച് പക്വത കുറവുള്ളതേ. മൈഥിലി മാമിന്റെ അവിടെ 1-2 ദിവസം നിൽക്കുമ്പോ തന്നെ ശരിയാവും. രംഗനാഥ, ഇവൻ ഈ പറയുന്ന ഒരു പരാതിയാണേ. തന്റെ മോൾക്ക് പക്വത ഇല്ലാന്ന് ഇവനൊരു ആക്ഷേപമുണ്ട്. ശേ, എന്റെ ഫാദറെ, ഇനി ഇത് പറഞ്ഞ് വലുതാക്കല്ലേ. നമ്മൾ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ഫാദറല്ലേ പറഞ്ഞത് സ്നേഹിക്ക് നല്ലൊരു ഉപദേശത്തിന്റെ ആവശ്യമുണ്ടെന്ന്? ഞാനോ? പിന്നല്ല, ഞാൻ നിന്നോട് എപ്പോ പറഞ്ഞു അങ്ങനെ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. അവൻ പരാതിയായിട്ട് ഇറങ്ങിയേക്കുവാ. രംഗനാഥ, ഞാൻ ഇവനോട് പറഞ്ഞത് സ്നേഹയ്ക്ക് കുറച്ച് കുട്ടിക്കുറുമ്പ് കൂടുതലാന്നാ, അതിനൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറണമെന്നാ. ഈ പൊട്ടം മനസ്സിലാക്കിയത് വേറെന്താ? സ്നേഹയുടെ കാര്യത്തില് എനിക്കും അങ്ങനെ ചില തോന്നലുകളുണ്ട്. കേട്ടല്ലോ. പക്ഷെ അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. അവൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവളുടെ അമ്മയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവൾ ഉണ്ടായിരുന്നെങ്കിലെന്ന്. പിന്നെന്തെങ്കിലും വായിൽ തോന്നിയാലും ഞാനതങ്ങ് വിഴുങ്ങും. താൻ ഈ സെന്റിമെന്റ്സ് ആവാതെ ഇങ്ങോട്ട് വന്നേ. എടോ, താൻ ഇങ്ങനെ സീരിയസ് ആവൊന്നും വേണ്ട. അവളൊരു കുഴപ്പക്കാരി എന്നല്ല ഞാൻ പറഞ്ഞത്. കുറുമ്പുകാരി എന്ന് പറഞ്ഞാ നമ്മൾ പറയില്ലേ, കുസൃതി കൊടുക്ക, വായാടി എന്നൊക്കെ ഇഷ്ടത്തോടെ അങ്ങനെ പറഞ്ഞതാടോ. അല്ലെങ്കിലും ഈ ഒറ്റ കുഞ്ഞുങ്ങളായിട്ട് വളർന്നവർക്ക് ചില ദുശാഠ്യവും ദുർവാശികളൊക്കെ ഉണ്ടാവും. അതിന് എൻ്റെ ഈ കുട്ടി എന്താ മോശമാണ്? കാലങ്ങളായിട്ട് ഞാൻ ഇവനെ എത്ര സഹിക്കുന്നു. ഇവന്റെ അഭ്യാസങ്ങൾ ഞാൻ അങ്ങ് സഹിക്കുമല്ലോ രംഗനാഥ. അത് തമ്മിൽ കൂട്ടിയിടിക്കാൻ പാടില്ല. ഒതുങ്ങേണ്ടടുത്ത് ഒതുങ്ങണമെന്നാ ഞാൻ പറഞ്ഞത്. എന്റെ ഫാദറെ, ഈ പണ്ടത്തെ പോലെ ഒതുങ്ങി അനുസരിച്ച് തല കുനിച്ച് പിന്നാലെ അടക്കാനൊന്നും ഈ ന്യൂ ജനറേഷനെ കിട്ടുമൊന്നുമില്ല. ഞങ്ങളെ ചിലപ്പോൾ തമ്മിലടിക്കും, ചിലപ്പോൾ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് പുറത്തോളും, പിന്നെ ഞങ്ങൾ കൂട്ടായിക്കോളും. ഓ മതിയേ മതി. അതിന്റെ പരാതിയുമായിട്ട് ഈ നിൽക്കുന്ന രംഗനാഥന്റെ അടുത്തേക്കോ എന്റെ അടുത്തേക്കോ വരാതിരുന്നാ മതി. പിന്നെ നിങ്ങൾ ചട്ടിയും കലാവുമ്പോ തട്ടുക, മുട്ടുക, പൊട്ടിക്കേ, എന്ത് വേണം ചെയ്തോ. കേട്ടല്ലോ? അതെ, അരുണവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. താൻ കൊടുക്കുന്ന സ്നേഹത്തിന് അത്രയും തന്നെ സ്നേഹം പകരം തരാൻ എന്റെ മോൾക്ക് കഴിയുമോ എന്നറിയില്ല. നിങ്ങൾ വന്നേ, നമുക്ക് അങ്ങോട്ടിരിക്കാം. വാ. കേട്ടോ രഞ്ജിത്ത്, സത്യം പറയാലോ, എനിക്ക് ആ സ്നേഹം ഒട്ടും പിടിച്ചില്ല. ആ കുട്ടിയുടെ പെരുമാറ്റത്തില് ആകെ ഒരു കൃത്രിമത്വം ഉള്ള പോലെ. ആവശ്യമില്ലാത്ത ചില വാക്കുകള്, ചില മൂളലുകള്, എന്തൊക്കെയോ അർത്ഥം വെച്ച് പെരുമാറും പോലെ. തന്നോട് ആരാ ആ കുട്ടി അത്രയ്ക്ക് സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞത്? അതേ, നിങ്ങൾ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. വേറൊരു പെണ്ണിനെ കണ്ട അവളുടെ നഖം മുതൽ മുടി വരെ അളന്നു നോക്കും. എന്നിട്ട് പറ്റുമെങ്കിൽ കുറ്റവും പറയും. എന്നിട്ട് എത്ര പെണ്ണുങ്ങളുടെ കുറ്റം ഞാൻ ഇവിടെ ഒന്ന് പറയാറുള്ളത്? അല്ലടോ, മൈഥിലി പറഞ്ഞ കാര്യം എനിക്കറിയൂ. അരുണിന് പറ്റിയ കുട്ടിയാണ്, നല്ല ചേർച്ചയാണെന്നൊക്കെ. എന്നിട്ട് കുറ്റം കണ്ടുപിടിക്കുമ്പോ ചോദിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് പ്രവചിക്കാനൊന്നും അറിയില്ല. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, ആ കുട്ടി അരുണിനൊരു ബാധ്യതയായിരിക്കും. എടോ,
താനൊന്ന് ചുമ്മാരിക്ക. പിള്ളേര് കട്ട പ്രേമത്തിന് നിൽക്കുക. ആ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയരുത്. ഞാനിത് മൈഥിലിയോട് സൂചിപ്പിച്ചു. പക്ഷേ മൈഥിലി അത് നിസ്സാരമായിട്ടേ എടുത്തുള്ളൂ. ആ അതെ, എന്തുകൊണ്ടാണെന്നറിയോ? മൈഥിലിക്ക് അല്പം ബുദ്ധിയുള്ളതുകൊണ്ടാ. ഇനിതേ താൻ അരുണെങ്ങാനും കാണുമ്പോ ഈ വിഷയമൊന്നും എടുത്തിടരുത്. അവൻ പാവുക. അത് മതി അവൻ തകർന്നു പോവാൻ. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇത്രയും പാവമായ ഒരാൾക്ക് ഇങ്ങനൊരു കൂട്ട് വേണോ വേണ്ടയോ എന്ന് പറഞ്ഞ താൻ ഇവരെ രണ്ടാക്കാൻ തീരുമാനിച്ചോ? രഞ്ജിത്തിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. ഓക്കെ, താനിപ്പം ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം ശരിയാ. അപ്പൊ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താ? ഇത് അവരുടെ കാര്യമാണ്, അവര് പരിഹരിക്കട്ടെ എന്ന് ചിന്തിക്കുക. ഞാൻ പറയുന്നില്ല. ഇനി ഇതെന്നല്ല, ഒരു കാര്യവും ഞാൻ പറയുന്നില്ല. അത് ശരിയാവില്ല. അവരുടെ കാര്യം അവരവരുടെ വഴിക്ക് വിട്ടിട്ട് നമ്മൾ തമ്മിൽ പറയുന്ന കാര്യം നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. അതല്ലാതെ ഒരു രസമില്ലടോ. എന്തു രസം? ഞാൻ തിരക്കിട്ട് എൻ്റെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ അയൺ ചെയ്യുമ്പോൾ, ഞാൻ ഫോൺ ചെയ്യുമ്പോൾ, എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുമ്പോൾ, ഇതുപോലെ കുക്ക് ചെയ്യുമ്പോൾ, അതിൻ്റെ അകമ്പടിയായിട്ട് തൻ്റെ ഈ സംസാരം ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കണം. അതാണ് എൻ്റെ ഒരു ക്രേസ്. പിന്നെ നോക്കിക്കോ, അവസാനം ഞാൻ വായും മൂടിക്കെട്ടി ഇവിടെ ഒരു ഇരിപ്പുണ്ട്. പിന്നെ ഒരു വാക്ക് കേൾക്കണമെങ്കിലേ കൊതിക്കും. തന്നെ ഞാൻ അങ്ങനെ ഇരുത്തിയത് തന്നെ. ഉള്ള കാലം ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങ് ഇരിക്കാടി പെണ്ണേ. നമ്മളൊക്കെ എത്ര കാലം ഉണ്ടാവും വിചാരിച്ചിട്ടാ? അയ്യോ വേണ്ട. ഈ വാക്ക് തുടങ്ങിയാ എനിക്കറിയാം എന്റെ ഭർത്താവിന്റെ സെന്റിമെന്റ്സാ ഇനി വരാൻ പോകുന്നെന്ന്. അത് കേൾക്കാൻ എന്തായാലും ഞാനില്ല. ഇതൊന്ന് ടേസ്റ്റ് നോക്കിയേ. കൊള്ളാം. അധികം വൈകാതെ രഞ്ജിത്ത് കേൾക്കും കേട്ടോ. ആ പെണ്ണ് വിചാരിക്കും പോലെ ഒരുത്തിയല്ലാന്ന്. രംഗനാഥ, ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ട് താൻ സഹിക്കൊന്നുമല്ലല്ലോ. നല്ലൊരു ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാമായിരുന്നു. ഈ ഫാദർ എന്നെ കുടുക്കി കളഞ്ഞു എന്നൊന്നും തന്റെ മനസ്സിൽ തോന്നുന്നില്ലല്ലോടോ. ഭക്ഷണം നല്ലതാണ് ഫാദർ. ഞാൻ പിന്നെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പറച്ചിൽ വേണ്ടെന്ന് വെച്ചിട്ടാ. പക്ഷേ ഫാദറിനൊരു നിർബന്ധമുണ്ട്. ഒരു സാധനം ഉണ്ടാക്കി കൈ തന്നാലേ അത് നല്ലതാണോ ചീത്തയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. അല്ലെങ്കിൽ ടെൻഷനാ. രംഗനാഥ, ഞങ്ങൾ ഈ വൈദികന്മാർ ചേർന്നിരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു നല്ല കുടുംബത്തിന്റെ തുടക്കം നല്ല അടുക്കളയിന്നാ. രുചിയുള്ള ഭക്ഷണത്തിന്റെ ചുറ്റും ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് ആസ്വദിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ഒന്നിനും ഇല്ലടോ. വഴക്കും വയ്യാവേലിയായിട്ട് നടക്കുന്നവരോ അവസാനം പറയുന്ന വാക്കെന്താ? എല്ലാം മതിയാക്ക്, നമുക്ക് ഭക്ഷണം കഴിക്കാന്ന്. അതായത് ഈ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്ന മേശ, ഈ ഇരിപ്പിടം ഒരു കൂടിച്ചേരലിന്റെ ഇടമാണ്. അങ്കിൾ ഇത് ആദ്യമായിട്ട് കേൾക്കുമല്ലേ? ഞാനിത് കേൾക്കുന്നത് 1003 തവണയാ. മോനെ, നീ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കടാ, നമ്മൾ പരിചയക്കാരല്ലേ. പിന്നെ തിരുമേനിയുടെ അസൗകര്യം ഇല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ അങ്കിൾ? മുഹൂർത്തത്തിന്റെ കാര്യം ഞാൻ മോളോട് സൂചിപ്പിച്ചു. പെട്ടെന്ന് വേണ്ടാന്നുള്ളൊരു നിലപാടാണ് അവൾ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അതിന്റെ കാരണം എനിക്ക് മനസ്സിലായില്ല. അത് കുറച്ച് വിചിത്രമാണല്ലോടോ. അപ്പോ സ്നേഹമോളോടൊന്ന് സംസാരിക്കണമല്ലോ. അയാളോട് ഞാൻ സംസാരിച്ചോളാം ഫാദർ. തൽക്കാലം നിങ്ങൾ രണ്ടുപേരും ഈ കാര്യം സംസാരിക്കണ്ട. എന്താണ് അവളുടെ മനസ്സിലെന്ന് ഞാൻ തന്നെ ചോദിച്ചറിയാം. മറ്റു പ്രശ്നങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല. വിവാഹം കഴിഞ്ഞാലേ ഇവരിപ്പോ പ്രണയിക്കുന്ന രീതി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതായിരിക്കാനാ സാധ്യത. എന്നാലും അതിനൊരു വ്യക്തത വരുത്തണം. കാരണം ഇപ്പോഴത്തെ കാലം അത്ര നല്ലതല്ല. ഫാദർ, ഇനി അതിന് കുഴപ്പമൊന്നും കണ്ടുപിടിക്കണ്ട. കുറച്ചു കാലം കഴിഞ്ഞിട്ട് മതി എന്ന് സ്നേഹ പറഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞിട്ട് മതി. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ ഞങ്ങൾ കാരണവന്മാർ കാത്തിരിക്കാൻ തയ്യാറല്ല. എത്രയും പെട്ടെന്ന് നടത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നടത്തണം. അങ്ങനെ ആയിരിക്കണം രംഗനാഥ തീരുമാനം. എന്റെ ഭാഗത്ത് തടസ്സങ്ങളൊന്നുമില്ല.
അവളൊരു തീരുമാനത്തിലെത്തിയാൽ മാത്രം മതി. ശരി, എന്തായാലും കഴിച്ചിട്ട് ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ഏതുക്കുട്ടൻ തനിച്ചാണോ ഉറങ്ങുന്നത്? ചിലപ്പോ. ഇപ്പൊ അമ്മയുടെ കൂടെയാ. തനിച്ചാവുമ്പോ പേടി തോന്നുവോ? ചിലപ്പോ പേടിക്കും. അപ്പൊ ഞാൻ അമ്മയെ വിളിച്ച് അമ്മയുടെ അടുത്ത് കിടക്കും. സ്നേഹാന്റെ കുഞ്ഞിലെ അമ്മയുടെ കൂടെയാണ് കിടന്നിരുന്നത്. സ്നേഹാന്റിയുടെ അമ്മ എന്റെ കുഞ്ഞിലെ മരിച്ചുപോയി. സ്നേഹാന്റിക്ക് അങ്ങനെയുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. അയ്യോ, ഞാൻ അറിയാതെ ചോദിച്ചതാട്ടോ. അതൊന്നും സാരില്ല. അതെ, ഈ പഠിപ്പല്ലാതെ ഇതുവിന്റെ ഹോബീസ് എന്തൊക്കെയാ? ഹോബീസ് എന്ന് പറഞ്ഞാ സ്കൂളിൽ ചെല്ലുമ്പോൾ ഫുട്ബോൾ കളിക്കും. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എഴുതുവോ? ഞാൻ സ്കൂളിൽ ഒരു സ്റ്റോറി റൈറ്റിംഗിന്റെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. എനിക്കായിരുന്നു ഫസ്റ്റ്. അന്ന് സാറും മിസ്സുമാരും ഒക്കെ പറഞ്ഞു ഇനിയും കുറെ എഴുതണമെന്ന്. അത് കൊള്ളാലോ. അന്ന് എന്തിനെ കുറിച്ച് എഴുതിയേ? അമ്മയെക്കുറിച്ച് എഴുതിയത്. എനിക്കത് സിമ്പിൾ അല്ലേ. എൻ്റെ അമ്മയെക്കുറിച്ച് ചുമ്മാ എഴുതിയ പോരെ. അമ്മ എന്നെ സ്നേഹിക്കുന്നതും കൂടെ കൊണ്ട് നടക്കുന്നതും പാട്ടുപാടി ഉറക്കുന്നതും അങ്ങനെ കുറെ എഴുതി. മാം, ഇവിടെ ഒരു കഥാകൃത്ത് ജനിച്ചിട്ട് ആരും അറിഞ്ഞില്ലേ? ക്ലാസ്സിൽ എഴുതിയ കഥ ഇവൻ എന്നെ കൊണ്ടുവന്ന് വായിച്ചു കേൾപ്പിച്ചു. ഞാൻ ശരിക്കും കരഞ്ഞുപോയി. നല്ല ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ ഏതുക്കുട്ട വിടാതെ പിടിച്ചോ. ഇത്തരം ടാലന്റുകളൊക്കെ വളരെ അപൂർവ ആളുകൾക്കേ കിട്ടുള്ളൂ. ഞാൻ പിന്നെയും കുറച്ച് എഴുതി നോക്കി. അമ്മയെക്കുറിച്ച് എഴുതുന്ന പോലെ എനിക്ക് വേറൊന്നും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു കൊടുത്ത എന്താണെന്നറിയോ സ്നേഹ? പല പല പുസ്തകങ്ങൾ വായിച്ച് മനസ്സൊന്നുകൂടെ പരുവപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി നോക്കിയാൽ മതിയെന്നാ. അല്ലാതെ എഴുതിയേ പറ്റൂന്ന് പറഞ്ഞിരുന്ന ഇതൊന്നും വരില്ലല്ലോ. അല്ല, സ്നേഹിക്ക് കിടക്കണ്ടേ? കിടക്കാം. ഏതുക്കുട്ട, ഇന്ന് ഏതുക്കുട്ടൻ തനിച്ചാണേ. അമ്മ ഞാൻ എടുക്കുക. സ്നേഹയെക്കൂട്ടി ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റിയില്ല. അതിന്റെ കടവേ നമുക്ക് പിന്നെ വീട്ടാം. നേരം വെളുക്കുന്നവരെ മാമിനോട് സംസാരിച്ചിരിക്കാനാ എന്റെ പരിപാടി. അങ്ങനെ അങ്ങ് കോമ്പൻസേറ്റ് ചെയ്യുകയാണെങ്കിലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാ ഏതുക്കുട്ടൻ പോയി കിടന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അരുൺ എന്നോടൊരു പരാതി പറഞ്ഞു കേട്ടോ. എന്താ? മുമ്പ് വിവാഹത്തിന്റെ കാര്യത്തിൽ തിടുക്കം കാണിച്ചിരുന്ന സ്നേഹ ഇപ്പൊ അത് കാണിക്കുന്നില്ല എന്ന്. എന്തു പറ്റി? ഒരു വലിയ കാലത്തേക്കുള്ള ജീവിതമല്ലേ, കുറച്ചുകൂടി ഒന്ന് ആലോചിക്കാന്ന് തോന്നി. ഇനിയോ? അത് വിചിത്രമാണല്ലോ. വിചിത്രമായ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോ അതിനനുസരിച്ച് പ്രതികരിക്കില്ലേ? സ്നേഹ എന്താ ഉദ്ദേശിക്കുന്നേ? കുട്ടിക്ക് എന്താ പറ്റിയ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അരുണോ? യെസ്. ഞാൻ ഒരാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ എന്റെ ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് എന്റെ സ്ഥാനം അയാളുടെ മനസ്സിൽ എത്രമാത്രം ആയിരിക്കണമെന്നാ. ഇപ്പോ എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പില്ല. കുട്ടി എന്തേ പറയുന്നത്? ദേ, വെറുതെ കളിക്കല്ലേ. അരുണിനെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാലേ എനിക്ക് ദേഷ്യം വരും. ഇത് തന്നെയാ കുഴപ്പം. അരുണിനെ സ്നേഹിക്കാൻ എന്നെക്കാൾ മികച്ചത്, അവനു വേണ്ടി വാദിക്കാൻ എന്നെക്കാളും ശേഷിയുള്ളവർ, അവനു വേണ്ടി ദേഷ്യപ്പെടാൻ എല്ലാം തികഞ്ഞവർ. അപ്പൊ പിന്നെ എന്റെ സ്ഥാനം എന്താ? കുട്ടി സീരിയസ് ആയിട്ടാണോ ഈ സംസാരിക്കുന്നത്? അതോ വെറുതെ എന്നെ കളിപ്പിക്കുന്നതോ? കളിപ്പിക്കുന്നത് എന്നല്ലേ? എന്ത്? മാമും അരുണും തമ്മിലുള്ള ബന്ധത്തിന്റെ റിയൽ മീനിങ് എന്താ? ഞാനും അരുണും തമ്മിലോ? അതിനെന്താ മീനിങ്? കുട്ടിക്കറിയാം, ഇവിടെ ഉള്ളവർക്കും അറിയാം, ഞങ്ങളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതല്ലേ? ഞാൻ ചോദിച്ചത് യാഥാർത്ഥ്യമാ. ചേച്ചി അനുജനെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോഴും അതിനപ്പുറം കടന്നിട്ടില്ലേ നിങ്ങളുടെ ബന്ധം? സ്നേഹ, സ്നേഹ പ്ലീസ്. ഇതെന്റെ വീടായതുകൊണ്ടും സ്നേഹ എന്റെ ഗസ്റ്റ് ആയതുകൊണ്ടും മാത്രമാണ് ഞാനിപ്പോ കൈ ഉയർത്താത്തത്. ഛേ, എന്ത് ചീപ്പാ കുട്ടി. എങ്ങനെ ചോദിക്കാൻ തോന്നിയത്? കുറച്ചു നാളുകളായി
ഞാൻ രണ്ടുപേരെയും വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ പറയുന്ന പവിത്രതയൊന്നും നിങ്ങൾക്കിടയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. സ്നേഹ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. എനിക്കൊരു 100 കൂട്ടം പ്രോബ്ലംസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു വൃത്തികേട് പറയുന്നത് പോലും, അതിപ്പോ നിന്റെ പൊസസീവ്നെസിന്റെ പേരിലായാലും സെൽഫിഷ്നെസ് ആയാലും കേട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സോ ഞാൻ സഹിക്കണോ? എന്നെ സിൻസിയറായി സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ ഷെയർ ചെയ്യണോ? സ്റ്റോപ്പ് ഇറ്റ്. അച്ഛൻ വീട്ടിലെത്തിയെന്നറിഞ്ഞിട്ടും തിരിച്ച് വീട്ടിലേക്ക് പോകാതിരുന്നത് ഈ വൃത്തികേട് എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ വേണ്ടിയായിരുന്നോ? സ്നേഹ, സത്യത്തിൽ ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഒരു നിലയെല്ലാം കയത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിരിക്കുക നീ എന്നെ. ഇങ്ങനെ ഒരു സംശയം കേട്ടിട്ട് ഞാൻ എനിക്ക് എന്റെ അടുത്ത് തന്നെ പുച്ഛം തോന്നാ നിന്നോട് ഇങ്ങനെ അടുത്തതിന്. എന്റെ ജീവിതത്തിന്റെ സെക്യൂരിറ്റി ഞാൻ നോക്കും, മറ്റാർക്ക് വേദന തോന്നിയാലും. സ്നേഹ, ഹലോ അച്ഛാ. ആ, നീ ഉറങ്ങിയായിരുന്നു മോളെ? ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ പോവായിരുന്നു. കോള് ഇപ്പൊ ഞാൻ കണ്ടതേ ഉള്ളൂ. അച്ഛനെന്തിനാ വിളിച്ചേ? വേറൊന്നുമില്ല. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല അച്ഛാ. കുഴപ്പമുണ്ട്, അത് നിന്റെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് വ്യക്തമാണ്. ആ, സാരമില്ല. അച്ഛനൊരു തീരുമാനം എടുത്തിട്ട് നിന്നെ വിളിക്കാം. എന്ത് തീരുമാനം? നിനക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റുള്ളവരുടെ മുന്നിലേക്ക് വന്നപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും അച്ഛൻ തലതാഴ്ത്തിയ നടന്നത്. പക്ഷേ എൻ്റെ മോള് തനിച്ച. നിനക്കിപ്പോ തലയുയർത്തി നിൽക്കുന്ന ഒരാളിൻ്റെ പിന്തുണയാണ് വേണ്ടത്. അച്ഛനിനി പഴയ പോലെ ആവാൻ തീരുമാനിച്ചിട്ടില്ല. അച്ഛാ, ഗതികേട് കൊണ്ടും വിനയം കൊണ്ടും താഴ്ത്തിപ്പിടിച്ചിരുന്ന ശിരസ് നിനക്ക് വേണ്ടി അല്പം ഉയർത്തിപ്പിടിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛൻ അധികം വൈകാതെ നിന്റെ അടുത്തേക്ക് വരും. ജീവിതം നിന്റെ മുമ്പിൽ ഒരുപാട് കിടക്കുകയാണ് മോളെ. നിനക്ക് ചിലത് തെളിയിക്കാനുണ്ട്. എൻ്റെ മോള് ധൈര്യത്തോടെ മുന്നോട്ട് പോകും. ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ നിന്റെ നന്മയ്ക്കൊരു തിരിച്ചറിവുണ്ടാകും. ശരി അച്ഛാ. പിന്നെ അച്ഛൻ കരുതുന്ന പോലെ ഞാനിവിടെ തളർന്നിരിക്കുമൊന്നുമല്ല. എൻ്റെ ഡ്യൂട്ടിയും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തളർന്നു പോകുന്നതാ. ഒരു കാര്യം അച്ഛന് വ്യക്തമായി. ഒന്നിനെക്കുറിച്ചും അമിത പ്രതീക്ഷ പാടില്ല. ബന്ധങ്ങളെല്ലാം എന്നും ഒരുപോലെ ആയിരിക്കുമെന്ന് ധരിക്കാനും പാടില്ല. ഒരു കൂടിച്ചേരലുണ്ടാവുമ്പോൾ അതിൽ സന്തോഷിക്കുക മാത്രമല്ല, പിരിയേണ്ടി വന്നാൽ എങ്ങനെ നിലനിൽക്കുമെന്ന് ഒപ്പം ചിന്തിക്കുകയും വേണം. അച്ഛൻ അതൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഇനി നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അച്ഛൻ പഴയ ആളാവില്ല. എന്നാ എൻ്റെ മോൾ ഇറങ്ങിക്കോ. അച്ഛനുണ്ട് നിന്റെ കൂടെ. ശരി അച്ഛാ, ഞാൻ വിളിച്ചോളാം.